നമ്മളിന്ന് ഓഫീസുകളിലും ഫാക്ടറികളിലുമൊക്കെ ജോലി ചെയ്യുന്ന രീതിയില്ലേ, അതിനു പിന്നിൽ വലിയൊരു കഥയുണ്ട്. ആ കഥയാണ് നമ്മളിന്ന് ചുരുളഴിക്കാൻ പോകുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഓഫീസിലെ ആ മീറ്റിംഗുകൾ, പിന്നെ ആ പിരമിഡ് പോലെയുള്ള അധികാരശ്രേണി, ഇതൊക്കെ എവിടെ നിന്നാ വന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഇതെല്ലാം ആരോ എപ്പോഴോ ഉണ്ടാക്കിയെടുത്ത ചില ആശയങ്ങൾ മാത്രമാണ്. അതെ, ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് ആകാശത്തുനിന്ന് പൊട്ടി വീണൊന്നുമല്ല. അത് ശരിക്കും ചെറിയ ചെറിയ ചിന്തകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും പതിയെ പതിയെ വളർന്ന് ഇന്ന് നമ്മൾ കാണുന്ന ഈ വലിയൊരു ശാസ്ത്രമായി മാറിയതാണ്. ഈ ആധുനിക മാനേജ്മെന്റിന്റെ യാത്രയ്ക്ക് പ്രധാനമായിട്ടും 4 ഘട്ടങ്ങളുണ്ട്. അപ്പോ ഈ 4 കാലഘട്ടങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കിയാലോ? നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ തുടക്കം എവിടെയായിരുന്നു എന്ന് നോക്കും. പിന്നെ വരുന്നത് കാര്യക്ഷമത മാത്രം നോക്കിയിരുന്ന ക്ലാസിക്കൽ മെഷീൻ കാലഘട്ടമാണ്. അതിനുശേഷം ഹ്യൂമൻ റിലേഷൻസിന് പ്രാധാന്യം വന്ന ഒരു വിപ്ലവം തന്നെ ഉണ്ടായി. പിന്നെ ആധുനിക മാനേജ്മെന്റിന്റെ രീതികളും. ഒടുവിൽ ഇതെല്ലാം നിങ്ങളുടെ ഇന്നത്തെ ജോലിസ്ഥലവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും നമ്മൾക്ക് കാണാം. ശരി, അപ്പൊ നമുക്ക് ഏറ്റവും തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് ശാസ്ത്രീയമായ നിയമങ്ങളൊന്നും വരുന്നതിനു മുൻപ്. അക്കാലത്ത് മാനേജ്മെന്റ് ഒരു ശാസ്ത്രമേ അല്ലായിരുന്നു, അതൊരു കല പോലെയായിരുന്നു. ഓരോ മാനേജറും അവരവരുടെ രീതിക്ക് തന്റേതായ ശൈലിയിൽ കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരു കാലം. മാനേജ്മെന്റിന്റെ ആദ്യത്തെ ചില തീപ്പൊരികൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോ ഉദാഹരണത്തിന് ആദം സ്മിത്ത്. അദ്ദേഹം പറഞ്ഞു, ഒരു ജോലി പലതായിട്ട് വിഭജിച്ചാൽ ഉൽപ്പാദനം കൂടുമെന്ന്. റോബർട്ട് ഓവൻ ആണെങ്കിലോ ഓർമ്മിപ്പിച്ചു, തൊഴിലാളികൾ മനുഷ്യരാണ്, അവരെ നന്നായി നോക്കണമെന്ന്. കണ്ടില്ലേ, ഈ ചെറിയ ചെറിയ ചിന്തകളാണ് പിന്നീട് വലിയ സിദ്ധാന്തങ്ങളായിട്ട് മാറിയത്. ഓക്കേ, ഇനി വരുന്നത് ഒരു പുതിയ യുഗമാണ്, ക്ലാസിക്കൽ കാലഘട്ടം. ഇവിടുത്തെ ആശയം വളരെ സിമ്പിളായിരുന്നു. ഒരു സ്ഥാപനത്തെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിപ്പിക്കണം. ഓരോ ഭാഗവും ഒരു പിഴവ് പോലുമില്ലാതെ കൃത്യമായിരിക്കണം. ഈ കാലഘട്ടത്തെ ശരിക്കും മാറ്റിമറിച്ചത് ഫ്രെഡറിക് ഡബ്ല്യു ടെയ്ലർ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന ആശയത്തിലൂടെ. അദ്ദേഹത്തിന് ഒരൊറ്റ വിശ്വാസമേ ഉണ്ടായിരുന്നുള്ളൂ: ഏത് ജോലിയും ചെയ്യാൻ ഒരൊറ്റ ശരിയായ വഴിയുണ്ട്, ദ വൺ ബെസ്റ്റ് വേ. അത് കണ്ടെത്തുക, അതായിരുന്നു ലക്ഷ്യം. അപ്പോ ടെയ്ലർ ഇതെങ്ങനെയാ ചെയ്തത്? അദ്ദേഹം ഓരോ ജോലിയും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ഓരോ ചലനവും അളന്നു. ഏറ്റവും നല്ല ഉപകരണങ്ങൾ ഏതാണെന്ന് കണ്ടെത്തി. എന്നിട്ട് ശരിയായ തൊഴിലാളിയെ തിരഞ്ഞെടുത്ത് അവർക്ക് പരിശീലനം കൊടുത്തു. നന്നായി ജോലി ചെയ്താൽ കൂടുതൽ ശമ്പളവും കൊടുത്തു. ഇതെല്ലാം കൂടി ചേർന്നപ്പോ എന്ത് സംഭവിച്ചു? ഉൽപ്പാദനം അങ്ങ് കുതിച്ചുയർന്നു. ഈ ക്ലാസിക്കൽ കാലഘട്ടത്തിൽ ശരിക്കും 3 പ്രധാന ചിന്താധാരകളുണ്ടായിരുന്നു. ടെയ്ലർ ശ്രദ്ധിച്ചത് താഴെത്തട്ടിലുള്ള ജോലിയുടെ കാര്യക്ഷമതയിലാണ്. അതേസമയം ഹെൻറി ഫയോൾ മാനേജർമാർ എന്തു ചെയ്യണം എന്നതിലും, മാക്സ് വെബർ സ്ഥാപനത്തിന്റെ ഘടന എങ്ങനെയായിരിക്കണം എന്നതിലും ശ്രദ്ധിച്ചു. പക്ഷേ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നുതന്നെയായിരുന്നു: കാര്യക്ഷമത. പക്ഷേ ഈ യന്ത്രം എന്ന ആശയത്തിന് ഒരു വലിയ കുഴപ്പമുണ്ടായിരുന്നു. അവർ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെയങ്ങ് മറന്നുപോയി: മനുഷ്യരെ. ഇതിനൊരു തിരുത്തലായിട്ടാണ് അടുത്ത വിപ്ലവം വരുന്നത്. അതാണ് ഹ്യൂമൻ റിലേഷൻസ് വിപ്ലവം. ആ തിരിച്ചറിവ് വളരെ ലളിതമായിരുന്നു. തൊഴിലാളികൾ വെറും യന്ത്രഭാഗങ്ങളല്ല, അവര് മനുഷ്യരാണ്. അവർക്ക് ചിന്തകളുണ്ട്, വികാരങ്ങളുണ്ട്. ഈ ഒരൊറ്റ തിരിച്ചറിവ് അത് മാനേജ്മെന്റിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. ഈ വലിയൊരു മാറ്റത്തിന് തുടക്കമിട്ടത് ഒരു കൂട്ടം പരീക്ഷണങ്ങളായിരുന്നു. എൽട്ടൺ മായോയുടെ നേതൃത്വത്തിൽ നടന്ന പ്രസിദ്ധമായ ഹോത്തോൺ പരീക്ഷണങ്ങൾ. സത്യത്തിൽ അവര് കണ്ടെത്താൻ ശ്രമിച്ചത് ഒന്നായിരുന്നു, പക്ഷെ കണ്ടെത്തിയത് മാനേജ്മെന്റ് ലോകത്തെ തന്നെ ഞെട്ടിച്ച മറ്റൊന്നായിരുന്നു. ആ കണ്ടെത്തലുകളെ ശരിക്കും വിപ്ലവകരമായിരുന്നു. അവര് മനസ്സിലാക്കി, ഒരു ഓഫീസ് എന്ന് പറഞ്ഞാൽ വെറുമൊരു ജോലിസ്ഥലം മാത്രമല്ല, അതൊരു സമൂഹം കൂടിയാണ്. കൂടെ ജോലി ചെയ്യുന്നവരുടെ ഒരു ചിരി, അല്ലെങ്കിൽ മാനേജറുടെ ഒരു നല്ല വാക്ക്, ഇതൊക്കെ ചിലപ്പോ ശമ്പളത്തേക്കാൾ വലിയ പ്രോത്സാഹനമാകുമെന്ന് അവർ തെളിയിച്ചു. ശരി, ഇനി നമ്മൾ എത്തുന്നത് ഇന്നത്തെ ലോകത്തിലേക്കാണ്, ആധുനിക കാലഘട്ടത്തിലേക്ക്. ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാണ്. ഒരു പ്രശ്നത്തിന് ഒരൊറ്റ ഉത്തരമെന്ന ആ പഴയ രീതിക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. അതെ, ലോകം കൂടുതൽ സങ്കീർണമായി. അതുകൊണ്ടുതന്നെ ആ പഴയ ഏറ്റവും മികച്ച ഒരൊറ്റ വഴി എന്ന ആശയം ഇല്ലാതായി. ആധുനിക മാനേജ്മെന്റിന്റെ കാതൽ ഇതാണ്: എല്ലാ പൂട്ടിനും ഒരൊറ്റ താക്കോലില്ല. ഓരോ സാഹചര്യത്തിനും അതിന്റേതായ ശരിയായ രീതിയുണ്ട്. ഒരു നല്ല മാനേജർക്ക് എപ്പോൾ ഏത് രീതി ഉപയോഗിക്കണം എന്ന് അറിയാമായിരിക്കണം. അതുകൊണ്ടുതന്നെ ഇന്നത്തെ ഒരു മാനേജറുടെ കയ്യിൽ ഒരു ടൂൾ ബോക്സ് നിറയെ പലതരം ആശയങ്ങളുണ്ട്.
മനുഷ്യരുടെ സ്വഭാവം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബിഹേവിയറൽ സയൻസ് അപ്രോച്ച്, കണക്കുകൾ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്, പിന്നെ TQM അജൈൽ മെത്തഡോളജികൾ, അങ്ങനെ പലതും. ഓരോന്നും ഓരോ ആവശ്യത്തിനാണ്. ഇതില് രണ്ടെണ്ണം നമുക്കൊന്ന് നോക്കാം. സിസ്റ്റംസ് അപ്രോച്ച് പറയുന്നത് ഒരു സ്ഥാപനം ഒരു മനുഷ്യ ശരീരം പോലെയാണ്, എല്ലാ ഭാഗങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. പക്ഷേ കണ്ടിൻജൻസി അപ്രോച്ച് പറയുന്നത് കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. ഓരോ സാഹചര്യത്തിനും ചേർന്ന രീതി തെരഞ്ഞെടുക്കണം. അതായത് എല്ലാ രോഗത്തിനും ഒരേ മരുന്ന് കൊടുക്കാൻ പറ്റില്ലല്ലോ, അതുപോലെ. ശരി, നമ്മൾ ഇത്രയും ചരിത്രമൊക്കെ പറഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇതെല്ലാം എന്തിനാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ജോലിസ്ഥലത്ത് ഇതിനെന്ത് പ്രസക്തിയാണുള്ളത്? നമുക്ക് നോക്കാം. അപ്പോ ഈയൊരു യാത്രയെ നമുക്ക് ഇങ്ങനെ ചുരുക്കി പറയാം. നമ്മൾ സ്ഥാപനങ്ങളെ ആദ്യം ഒരു യന്ത്രമായി കണ്ടു, പിന്നെ അതൊരു സമൂഹമായി കണ്ടു. ഇന്ന് നമ്മൾ അതിനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിയായി കാണുന്നു. ഏറ്റവും രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ, ഈ 3 ആശയങ്ങളുടെയും അംശങ്ങൾ ഇന്നും നിങ്ങളുടെ ഓഫീസിലുണ്ട്. ടൈലറുടെ കാര്യക്ഷമത, മായോയുടെ മനുഷ്യബന്ധങ്ങൾ, ഇന്നത്തെ കാലത്തിന്റെ പൊരുത്തപ്പെടാനുള്ള കഴിവ്, എല്ലാം അവിടെയുണ്ട്. അപ്പോ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കാം. നിങ്ങളുടെ സ്വന്തം ജോലിസ്ഥലത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിന്ന് സംസാരിച്ച ഈ കാലഘട്ടങ്ങളിൽ ഏതിന്റെ ആശയങ്ങളാണ് അവിടെ ഏറ്റവും കൂടുതലായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്?